ഹായ് ഓൾ. സോ കീം 2024-ന്റെ സെൻട്രലൈസ്ഡ് അലോട്ട്മെന്റ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്ത വിവരം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. c.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. എഞ്ചിനീയറിംഗും ഫാർമസി കോഴ്സുകളുടെയും ഓപ്ഷൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യാം. അവിടെ ഫസ്റ്റ് നിങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം, എഞ്ചിനീയറിംഗ് മാത്രം അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികളുണ്ടാവും, ഫാർമസി മാത്രം നോക്കുന്നവരുണ്ടാവും, എഞ്ചിനീയറിംഗ് ഫാർമസിയും എഴുതിയവരുണ്ടാവും. എല്ലാവർക്കും കോമൺ അലോട്ട്മെന്റ് പ്രോസസ്സാണ്. അതായത് ഇപ്പം ഞാനൊരു എഞ്ചിനീയറിംഗ് മാത്രമേ ചൂസ് ചെയ്തിട്ടുള്ളെങ്കിൽ എനിക്ക് അവിടെ എഞ്ചിനീയറിംഗ് കോളേജസ് ആയിരിക്കും കാണിക്കുക. ഫാർമസി മാത്രമാണെങ്കിൽ ഫാർമസി ബേസ്ഡ് കോളേജസ്. അതേസമയം രണ്ടും ചൂസ് ചെയ്തവർക്ക് എല്ലാ ടൈപ്പ് കോളേജസും കാണിക്കും. സോ അതിന് ഒരു സിംഗിൾ അലോട്ട്മെന്റ് പ്രോസസ് ആയിരിക്കും. അത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. സോ ഈ വരുന്ന ദാറ്റ് ഈസ് 5th ഓഗസ്റ്റ് 5th രാവിലെ 11 മണി വരെ മാത്രമേ ഓപ്ഷൻ രജിസ്ട്രേഷനുള്ള സമയമുള്ളൂ. അതിനുശേഷം ട്രയൽ അലോട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് റാങ്ക് ഒക്കെ ജസ്റ്റ് ഒന്ന് നോക്കി നിങ്ങളുടെ റാങ്ക് ഒക്കെ കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ള, നിങ്ങളുടെ കാറ്റഗറി അനുസരിച്ച് നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യതയുള്ള കോളേജുകളുടെ ഒരു പ്രയോറിറ്റി ഓർഡർ ഉണ്ടാക്കുക. ആ ഓർഡറിനനുസരിച്ച് നിങ്ങൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ആ ഒരു ടൈം ലൈൻ ജസ്റ്റ് നമ്മുടെ ce.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ടൈം ലൈൻ കൊടുത്തിട്ടുണ്ട്. സോ ടൈം ലൈനിൽ അവർ പ്രധാനമായും പറയുന്നത് 5-ാം തീയതി ഓപ്ഷൻ രജിസ്ട്രേഷൻ എൻഡ് ചെയ്യും. അതിനുശേഷം ട്രയൽ അലോട്ട്മെന്റ് ജസ്റ്റ് ബേസിക്സ് എന്നുള്ള രീതിയിൽ നിങ്ങൾ ചെയ്ത അത്രയും ബേസിൽ ഒരു ട്രയൽ അലോട്ട്മെന്റ് ഉണ്ടാവും. അതിനുശേഷം പ്രൊവിഷണൽ അലോട്ട്മെന്റ്, ദാറ്റ് ഈസ് നമ്മുടെ ഫസ്റ്റ് അലോട്ട്മെന്റ് പബ്ലിക്കേഷൻ ഉണ്ടാവും. അത് കഴിഞ്ഞുള്ള ബാക്കി പ്രോസസ്സാണ് പിന്നെ വരിക. അതിനുശേഷം സെക്കൻഡ് അലോട്ട്മെന്റ്. ഇങ്ങനെയാണ് നമ്മുടെ ടൈം ലൈൻ പോകുന്നത്. സോ അവിടെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ചൂസ് ചെയ്യുന്ന കോളേജുകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുക. ഫോർ എക്സാമ്പിൾ എഞ്ചിനീയറിംഗ് കോഴ്സുകളാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഗവൺമെന്റ് വിഭാഗത്തിൽപ്പെട്ട കോളേജുകളുണ്ട്, കോസ്റ്റ് ഷെയറിംഗ് ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകളുണ്ട്, സിമിലർലി സെൽഫ് ഫിനാൻസിങ് കോളേജുകളുണ്ട്. അപ്പോൾ അവരെ വ്യത്യസ്ത കോഡുകൾ വഴിയാണ് കാണിച്ചിട്ടുള്ളത്. ഒന്ന് ഗവൺമെന്റ് കോളേജുകളുമായി ബന്ധപ്പെട്ട എയ്ഡഡ് കോളേജുകൾക്കും G എന്ന കോഡാണ്. അതേസമയം കോസ്റ്റ് ഷെയറിംഗ് കോളേജുകൾക്ക് N എന്ന കോഡും അതേപോലെ സെൽഫ് ഫിനാൻസിങ് കോളേജുകൾക്ക് S എന്ന കോഡുമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് പ്രത്യേകമായ കാര്യമായ ഫീസ് ഡിഫറൻസ് ഉണ്ടാകും. അവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, സിയുടെ വെബ്സൈറ്റിൽ കയറുക. c.kerala.gov വെബ്സൈറ്റിൽ ഈ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഓരോ കറസ്പോണ്ടിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിനും ഇതായിട്ടുള്ള ഫീസ്, 2 ടൈപ്പ് ഓഫ് ഫീസുകൾ നിങ്ങൾക്ക് അവിടെ കാണാം. ആ ഫീസുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അതായത് മെറിറ്റ് സീറ്റും റെഗുലേറ്റഡ് ഫീസുമാണ്. അതായത് നമുക്ക് അവിടുത്തെ സ്പെഷ്യൽ ഫീസും അതേപോലെ തന്നെ നിങ്ങൾ അവിടുത്തെ ഫുൾ ഫീസും എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് 2 ഫീസുകൾ ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ട്സിനും കറസ്പോണ്ടിങ് ആയിട്ട് കാണാൻ സാധിക്കും. സോ ആ ഫീസിന്റെ കാര്യങ്ങളും ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ അലോട്ട്മെന്റ് പ്രോസസ്സ് കൊടുക്കാൻ വേണ്ടി. അലോട്ട്മെന്റ് പ്രോസസ്സിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ കാറ്റഗറി ഇപ്പം കീം വഴി ക്ലെയിം ചെയ്ത കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾക്ക് 2023 ലാസ്റ്റ് റാങ്ക് ഉപയോഗിച്ച് നിങ്ങളുടെ റാങ്ക് എവിടെയാണ് ഉള്ളതെന്നും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോളേജുകൾ നിങ്ങൾക്ക് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ ഒരു ഗവൺമെന്റ് കോളേജാണ്, ദാറ്റ് ഇസ് G കോഡ് വരുന്ന ഒരു കോളേജാണ് സെലക്ട് ചെയ്യുന്നത് വിചാരിക്കുക. സോ G കോഡ് വരുന്ന കോളേജിലെ സ്പെഷ്യാലിറ്റി ശരിക്കും അവർ പറയുന്നത് ഗവൺമെന്റ് എയ്ഡഡ് ഓട്ടോണമസ് എയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജുകൾ എന്നാണ്. 8,650 പെർ ആനം ഫീസ് വരുന്ന കോളേജുകളാണ്. നിങ്ങൾ അത് ചൂസ് ചെയ്യുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഞാനിപ്പം ഗവൺമെന്റ് ബാട്ടൺ ഹിൽസ് കോളേജ് ട്രിവാൻഡ്രം സെലക്ട് ചെയ്യുകയാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫീസ് അടക്കം നിങ്ങൾക്ക് അവിടെ ഡിസ്പ്ലേ ആകും. സോ അത് നിങ്ങൾ ചൂസ് ചെയ്തു, നിങ്ങൾക്ക് ഓപ്ഷനായിട്ട് നിങ്ങൾക്ക് അത് വെക്കാം. ഇനി നിങ്ങൾ ചൂസ് ചെയ്യുന്ന ഒരു കോസ്റ്റ് ഷെയറിംഗ് കോളേജ് ആണെന്ന് വിചാരിക്കുക. കോസ്റ്റ് ഷെയറിംഗ് കോളേജ് എന്ന് പറയുമ്പോൾ IHRD അണ്ടറിലുണ്ട്, അതേപോലെ KSRTC അണ്ടറിലുണ്ട്, KEIPന്റെ അണ്ടറിലുണ്ട്. അങ്ങനെ ഡിഫറെന്റ് കോസ്റ്റ് ഷെയറിംഗ് കോളേജസ് ഉണ്ട്. സോ നിങ്ങളുടെ ആ നോട്ടിഫിക്കേഷനിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ഫോർ എക്സാമ്പിൾ ശ്രീ ചിത്തിരുനാൾ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രത്തുള്ള അവിടുത്തെ റെഗുലേറ്റഡ് ഫീസ് എന്ന് പറയുന്നത് ശരിക്കും 42,550 ആണ്. അവിടുത്തെ ഫുൾ ഫീസ്, മെറിറ്റ് സീറ്റിലുള്ള ഫുൾ ഫീസ് എന്ന് പറയുന്നത് 79,030 ആണ്. സോ ഈ 2 കാറ്റഗറിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓപ്ഷൻ അപ്ലൈ ചെയ്യാൻ സാധിക്കും. അതായത് നിങ്ങൾക്ക് ഇപ്പം റെഗുലേറ്റഡ് ഫീസിന് അണ്ടറിൽ നിങ്ങളെ പരിഗണിക്കുന്നെങ്കിലും അതേസമയം ഫുൾ ഫീസിന് അണ്ടറിൽ നിങ്ങളെ പരിഗണിക്കില്ല, നിങ്ങൾക്ക് ആ 2 കാറ്റഗറിയിൽ നിങ്ങൾക്ക് കോളേജുകളെ ചൂസ് ചെയ്യാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ എനിക്കിപ്പോൾ മോഡൽ എഞ്ചിനീയറിംഗ് കോളേജോ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ചെങ്ങന്നൂരോ ആണ് വേണ്ടതെങ്കിൽ ശരിക്കും അവിടുത്തെ മെറിറ്റ് സീറ്റ് ഫീസ് 45,000 മെറിറ്റ് സീറ്റ് ഫുൾ ഫീസ് 75,000 ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് കാറ്റഗറി ആണെങ്കിലും നിങ്ങൾക്ക് ആ ഓപ്ഷൻ രജിസ്ട്രേഷൻ തന്നെ ചൂസ് ചെയ്യാം. പിന്നെ മറ്റൊരു കാര്യം, നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട, നിങ്ങൾക്ക് ആദ്യം ലഭിക്കേണ്ട കോളേജ് തന്നെ ഫസ്റ്റ് പ്രയോറിറ്റി ആയി വെക്കാൻ ശ്രമിക്കുക. ഈ ഫസ്റ്റ് പ്രയോറിറ്റി ഓർഡറിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. കാരണം നിങ്ങളുടെ ആ പ്രയോറിറ്റി ഓർഡർ അനുസരിച്ചാണ് നിങ്ങളുടെ കോളേജുകൾ നിങ്ങളെ കൺസിഡർ ചെയ്യുക, അല്ലെങ്കിൽ കോളേജുകളിലെ ഓപ്ഷൻ രജിസ്ട്രേഷൻ നിങ്ങൾ കൺസിഡർ ചെയ്യുക. അവിടെ എഞ്ചിനീയറിംഗും ഫാർമസിയും അപ്ലൈ ചെയ്തവർ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഫാർമസി ആണോ എഞ്ചിനീയറിംഗ് ആണോ നിങ്ങളുടെ പ്രയോറിറ്റി എന്ന് നിങ്ങൾ ഫിക്സ് ചെയ്യണം. അതനുസരിച്ച് വേണം നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കാൻ. നിങ്ങൾക്കിപ്പം ഒരു എഞ്ചിനീയറിംഗ് കോളേജ് വെച്ച് അതിൻ്റെ താഴെ ഒരു ഫാർമസി കോളേജ് അങ്ങനെയാണ്. കാരണം ഇതിന് സെപ്പറേറ്റ് ആയിട്ട് ഇപ്പോൾ ഞാനൊരു 10 എഞ്ചിനീയറിംഗ് കോളേജുകൾ വെച്ചിട്ട് എനിക്ക് ഫാർമസി അഡ്മിഷന് വേണ്ടി ഞാൻ 11ാമത്തെ പൊസിഷനിലാണ് എൻ്റെ ഫാർമസി കോളേജ് വെക്കുന്നതെന്ന് വിചാരിക്കുക. നിങ്ങളുടെ റാങ്ക് ഹയർ ആണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ആ 10 എഞ്ചിനീയറിംഗ് കോളേജിൽ എവിടെയെങ്കിലും ആയിരിക്കും
അഡ്മിഷൻ ലഭിക്കുക. സോ അതുകൊണ്ട് നിങ്ങളുടെ പ്രയോറിറ്റി ഫിക്സ് ചെയ്യുക, ഫാർമസി ആണോ എഞ്ചിനീയറിംഗ് ആണെന്നുള്ളത്, അതനുസരിച്ച് പ്രയോറിറ്റി ഓർഡർ സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ പ്രയോറിറ്റി ഓർഡർ ഫിക്സ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. പിന്നെ ഫീസിനനുസരിച്ചുള്ള കോളേജ് ഓപ്ഷൻസ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. പിന്നെ ലാസ്റ്റ് റാങ്ക് 2023 ലാസ്റ്റ് റാങ്ക് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്തിട്ട് എവിടെയൊക്കെയാണ് സാധ്യതകളെന്നുള്ള കോളേജുകളുടെ ഒരു ലിസ്റ്റ് നിങ്ങൾ തന്നെ തയ്യാറാക്കിയിട്ട് നിങ്ങൾ അതിലേക്ക് ഓർഡർ കൊടുക്കുക. ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഓപ്ഷൻ രജിസ്ട്രേഷനിൽ ശ്രദ്ധിക്കേണ്ടത്. സോ ഇതിന് ശേഷം ലോക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. സോ ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഫീസാണ്. 2000 രൂപയാണ് നിങ്ങളുടെ ഫീസ് എന്ന് പറയുന്നത്. ഈ ഫീസ് നിങ്ങളുടെ ട്യൂഷൻ ഫീ, അതായത് നിങ്ങൾ അവിടെ അലോട്ട്മെന്റ് കഴിഞ്ഞ് നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഫീസ് അടയ്ക്കുന്ന സമയത്ത് ഈ ഫീസ് ഇളച്ചിട്ട്, അതായത് കുറച്ചിട്ടായിരിക്കും ശരിക്കും ബാക്കി ഫീസ് നിങ്ങൾക്ക് അടച്ചാൽ മതിയാകും. ഇൻ കേസ് നിങ്ങൾ അലോട്ട്മെന്റിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളൊരു കോളേജിൽ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ. അതേസമയം നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടി, നിങ്ങൾ അലോട്ട്മെന്റ് ജോയിൻ ചെയ്തില്ലെങ്കിൽ ഈ 2000 രൂപ നിങ്ങൾ ജോയിൻ ചെയ്യാത്തതിന്റെ പിഴയായിട്ട് ശരിക്കും അവർ കൊടുക്കുന്നതാണ്. അതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ 2000 റുപ്പീസ് ജനറൽ OBC കാറ്റഗറീസിനാണ്. അതേസമയം SC ST OEC കാറ്റഗറീസിന് 500 രൂപയാണ് ഫീസായിട്ട് നിങ്ങൾ കൊടുക്കേണ്ടത്. സോ ഇപ്പോഴേ മിക്കവരും ഓപ്ഷൻ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കാണും. അപ്പം നിങ്ങൾ തീരുമാനിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് കോളേജ് എക്സ്പോഷറും അതേപോലെ കോളേജുകൾ, നിങ്ങൾ വെക്കുന്ന കോളേജുകളുടെ വെബ്സൈറ്റുകൾ കയറി നോക്കുക, അതേപോലെ K2വിന്റെ വെബ്സൈറ്റിൽ പോയി കോളേജിന്റെ പാസ് പെർസെൻറ്റേജ് നോക്കുക, അങ്ങനെ കുറച്ച് കാര്യങ്ങളും പ്ലേസ്മെന്റ് സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുക, അങ്ങനെ കുറച്ച് കാര്യങ്ങളും ഈ അറിയാവുന്ന സീനിയേഴ്സിനൊക്കെ ഒന്ന് സംസാരിച്ച് കോളേജിന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് പ്രോപ്പറായിട്ട് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാൻ ശ്രമിക്കുക. ബിക്കോസ് എക്സാം പോലെ തന്നെ വൺ ഓഫ് ദ ക്രൂഷ്യൽ സ്റ്റെപ്പുകളാണ് ശരിക്കും ഈ ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. വൺസ് ഇത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ 5th 11 o'clock മുമ്പായിട്ട് ഇത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അലോട്ട്മെന്റ് പ്രോസസ്സുകൾ മാത്രമാണ് നടക്കുക. പിന്നെ നിങ്ങൾക്ക് താഴേക്കുള്ള, ഇപ്പം നിങ്ങൾക്കൊരു 10ാമത്തെ ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ താഴേക്കുള്ള ഓപ്ഷനുകൾ നിങ്ങളെ പരിഗണിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ടുള്ള ലിസ്റ്റിംഗ് നിങ്ങൾ നടത്തിയിരിക്കണം. സോ ഇതൊക്കെയാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ ഈ പറഞ്ഞ പോലെ ce.kerala.gov.in വെബ്സൈറ്റിൽ പോവുക. അവിടെ നോട്ടീസസ് എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞ ഇതുണ്ടാകും 2024 കീമിൻ്റെ അണ്ടറിൽ. അവിടെ പ്രോപ്പറായിട്ട് എല്ലാ കാര്യങ്ങളും കോളേജുകളുടെ കോഡ് അടക്കം അവിടെ കാണിച്ചിട്ടുണ്ട്. സോ അത് ശ്രദ്ധിക്കുക. അതേപോലെ ഓരോ കാറ്റഗറിയിൽ അണ്ടറിൽ വരുന്ന കോളേജുകൾ ഏതൊക്കെയാണ് എന്നും വിശദമായി അവിടെ പറയുന്നുണ്ട്. സോ അത് നോക്കിയിട്ട് പോവുക. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.